ഇപ്പോൾ കുളിച്ച് ഫ്രഷായി നമ്മളിതാ നല്ല അടിപൊളി ബ്രെഡ് ഓംപ്ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. നമ്മളത് കഴിച്ച് ഇവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇറങ്ങുകയാണ്. ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മൾ ജവായിൽ നിന്ന് വിടാണ്. അവിടെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് 24 കിലോമീറ്റേഴ്സ് ഉണ്ട്. അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് എടുക്കും. ഡെസ്റ്റിനേഷൻ ഏതാ നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷനിലെത്തി. ആ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതുവരെ വന്നതിൽ എൻട്രി ഫീസ് ഇല്ലാതെ വന്നൊരു സ്ഥലമാണിത്. ബാക്കി എല്ലാവിടെയും നമ്മൾ എൻട്രി ഫീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻട്രി ഫീസ് ഇല്ല. നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഉള്ളത് മൊണോളിത്സ് ഗാർഡനിലാണ്. ഇത് നമുക്ക് മേഘാലയയിൽ കാസി ഹിൽസും ജെയിൻഷ ഹിൽസിൽ നമ്മൾ ത്രൂ ഔട്ട് നമുക്കിത് കാണാൻ പറ്റും. പക്ഷേ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള കളക്ഷനുള്ള ഒരു ഗാർഡനിലാണ് നമ്മളിവിടെ ഉള്ളത്. ഈ ഗാർഡനിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ അപ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റോണിനെ ഇവർ കൺസിഡർ ചെയ്യണത് മെയിൽ ആൻസിസ്റ്റേഴ്സ് ആയിട്ടും ഈ ഹൊറിസോണൽ ആയിട്ടുള്ള സ്റ്റോണിനെ ഇവർ കൺസിഡർ ചെയ്യുന്നത് ഫീമെയിൽ ആയിട്ടുള്ള വുമൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. ഇവിടെ നമുക്ക് ഏറ്റവും ഹൈറ്റ് ഉള്ള ഈ സ്റ്റോൺ ഏകദേശം ഒരു 8 meters ആണുള്ളത്. ഇവിടെ ഫുൾ ഇങ്ങനത്തെ ഒരു സ്റ്റോൺ ആണുള്ളത്. പോയ മൊണോളിത്സ് ഗാർഡൻ്റെ അടുത്ത് തന്നെ ഒരു 70-50 മീറ്ററിന് ശേഷം ഒരു ദുർഗ ടെമ്പിൾ ഉണ്ട് ജവൈലിൽ. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹലോ. അപ്പോൾ നമ്മളിവിടെ ഉള്ളത് ഇപ്പോൾ ഷിലോങ്ങിലെ വ്യൂ പോയിന്റിലാണ്. ഇത് നമുക്ക് ശരിക്കും വരുന്നത് ഏരിയ വരുന്നത് എയർഫോഴ്സിലാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ വരുന്നത്. നമുക്ക് എന്തായാലും ഷിലോങ് വ്യൂ പോയിന്റ് കണ്ടിട്ട് വരാം. നമുക്കിവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. നമ്മൾ മുകളിൽ ജസ്റ്റ് കയറിയപ്പോൾ ഇവിടെ നിന്ന് ഷിലോങ് ഫുൾ നമുക്ക് കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നല്ല തണുപ്പുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ക്ലൈമറ്റ് നന്നായിട്ട് മാറി. ശരിക്കും ഭയങ്കര കാറ്റും നല്ല തണുപ്പാണ്. നമുക്കൊരു വാച്ച് ടവർ ഉണ്ട്. നമ്മുടെ ടെലിസ്കോപ്പ് ഉണ്ട്. നമുക്ക് ഷിലോങ് സിറ്റി കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റും. നമ്മളത് കാണാനാണ് ഇനി പോകുന്നത്. നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വ്യൂ പോയിന്റ് കണ്ട് നമ്മൾ നെക്സ്റ്റ് പോണത് എയർഫോഴ്സിൻ്റെ മ്യൂസിയത്തിലേക്കാണ്. നമുക്ക് മ്യൂസിയം ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ വന്നത് ഇവിടെ ഒരു എയർഫോഴ്സ് മ്യൂസിയം ഉണ്ട്. നമ്മൾ അത് കാണാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഓരോന്നായിട്ട് Meghalaya is one of the richest biodiversity areas in the world. When you travel to Meghalaya, get ready to be one with nature and forget your worries at home. You will certainly be spoiled for choice when it comes to exploring the outdoors when you travel to this dreamy state. Some of the well-known places to explore in Meghalaya are Garo Hills, Jaintia Hills, Khasi Hills, നോർത്ത് ഈസ്റ്റിലെ 8 സ്റ്റേറ്റ്സിൻ്റെ കുറിച്ചിട്ടുള്ള ജസ്റ്റ് ഒരു സ്മോൾ ഇതാണ്. അവരുടെ ട്രഡീഷനും അവരുടെ ഡ്രസ്സിങ് അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു ചെറിയൊരു വേർഷൻ കൂടെ കാണാൻ പറ്റും. നോർത്ത് ഈസ്റ്റിലെ 8 സ്റ്റേറ്റ്സ്: ആസാം, മേഘാലയ, അരുണാചൽ പ്രദേശ്, സിക്കിം, ത്രിപുര, നാഗാലാൻഡ്, മണിപ്പൂർ ആൻഡ് മിസോറാം.
ഹലോ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വാട്ട്സ് ലേക്കിലാണ്. ഷിലോങ്ങിൻ്റെ സിറ്റിയുടെ സെൻറ്ററിലൊക്കെ ഉള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞങ്ങൾ ഡെസ്റ്റിനേഷൻ ഇല്ലായിരുന്നു. ഞങ്ങൾ പോണ വഴിക്ക് കണ്ടപ്പോൾ ജസ്റ്റ് ടൈം ക്ലോസ് ചെയ്യാറായി. ഞങ്ങൾ വേഗം ഒന്ന് ഇറങ്ങിയതാണ് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കണ്ടു നോക്കാം. നമുക്കിവിടെ ബോട്ടിങ് അവൈലബിൾ ആണ് ഈ ലേക്കിൽ. പിന്നെ നമുക്കിവിടെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നമുക്ക് വാക്ക് ചെയ്ത് നല്ല രസമുണ്ട്. നമുക്കൊന്ന് ഒരു ഈവനിങ് വന്നിരുന്ന് നിങ്ങൾ ഷിലോങ് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്കിനൊക്കെ ചെയ്ത് വന്ന് ഒന്ന് എവിടെയും പോകാനും ഇവിടെ വന്ന് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇതിനടുത്ത് തന്നെയാണ് പോലീസ് ബസാർ. നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നൊരു ബസാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ലേക്ക് കണ്ടിട്ട് വരാം. നല്ല സോഫ്റ്റ് ആണ്. ഫുള്ള് നല്ല രസം, നല്ല സോഫ്റ്റ് ആണ്. അടിപൊളി. നമ്മൾ ലേക്കിൻ്റെ തൊട്ടപ്പുറത്തുള്ള വഴിക്കൂടെ വന്നാൽ നമുക്ക് ഈ വഴിയിലെത്താൻ പറ്റും. നമ്മൾ പോകുന്നത് പോലീസ് ബസാറിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നപ്പോൾ ഞങ്ങൾക്ക് സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഈ ഫ്ലെയർ റെസ്റ്റോറൻറ്റിൻ്റെ താഴെയുള്ളൊരു കുട്ടി ഷോപ്പിൽ വന്നു. അവിടുത്തെ ബ്രൗണി, ഒരു കിടിലം ബ്രൗണി, ഭയങ്കര സോഫ്റ്റും നല്ല ടേസ്റ്റിനായിരുന്നു കഴിക്കാനായിട്ട്. നിങ്ങൾ ഈ വഴിക്ക് വരാൻ ടേസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ അത്. ഇനി നമ്മൾ പോകുന്നത് പോലീസ് ബസാറിലേക്കാണ്. പിന്നെ ലേക്കിന് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. ഞങ്ങൾ നേരം വൈകാൻ നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ലേക്കിൽ പോയിട്ട് സമയം ഉണ്ടെങ്കിൽ അവിടെയും കൂടി പോകാൻ പറ്റുന്നതാണ്. ഷാളിൻ്റെ ഇടപെടി ചോദിക്കാം. ഇഷ്ടം നോട്ടെ, ഞാൻ ക്യാപ്പൊക്കെ നല്ല രസമുണ്ടോ? നമ്മളിപ്പോൾ ഉള്ളതാണ് പോലീസ് ബസാറിലാണ്. നമുക്ക് ഒരുപാട് ഷോപ്സ് കാണാൻ ഇങ്ങനെ ആ അറ്റം വരെ ഉണ്ട്. ഒരുപാട് വെറൈറ്റി എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ഞങ്ങൾ പറയായിരുന്നു നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരുന്ന ആവശ്യമില്ല, ഇവിടെ വന്ന് ഷോപ്പ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. ശരിക്കും ഒരു ബാഗിന് 250 ആയി പറഞ്ഞത്. നമ്മൾ 2 എടുക്കണം. വില പേശി 420 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലതാണ്. ജൂട്ടിൻ്റെയാണ് ബാഗ് എന്നാണ് പറയുന്നത്. നമുക്കിങ്ങനെ പേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാഗ് നിറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഡിന്നർ കഴിക്കാനുള്ള ടൈമായപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു സിറ്റി ധാബ ചെയ്യുന്നു. പോലീസ് ബസാറിന് മുന്നോട്ട് നടക്കുമ്പോൾ കാണാം വലിയൊരു ഹോട്ടലാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ ലൈറ്റും ഈ ആംബിയൻസ് കണ്ടപ്പോൾ എന്തായാലും ഫുഡ് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പറയാം ബാക്കി റിവ്യൂ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് വന്നതാണ് പപ്പടി. അത് കഴിച്ച് ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കാം. ഇത് തന്നെ സാധനം ഞാൻ പറയണ്ടല്ലോ ഇതെങ്ങനെ സെർവ് ചെയ്യുന്നത്. മേഘാലയ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ നാളെ തിരിച്ച് നമ്മുടെ പ്ലേസിലേക്ക് പോകും. അപ്പോൾ ഇന്ന് നമ്മൾ ഷിലോങ്ങിലാണുള്ളത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഷിലോങ്ങിലെ സിറ്റിയിൽ തന്നെയുള്ള ഹോസ്റ്റലിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി ഏകദേശം ഒരു 12 മണിയൊക്കെ ആവാറുണ്ട്. നമ്മളിപ്പോൾ ബോൺഫയറിൽ എന്താ പറയുക അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങളിങ്ങനെ കുറച്ച് വിഷമത്തിലാണ്. നാളെ തിരിച്ച് പോകണം എന്നുള്ള വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
മേഘാലയ 6 days ട്രിപ്പ് നമ്മൾ അവസാനിപ്പിച്ച് നമ്മളിതാ ഷിലോങ്ങിൽ നിന്ന് ഇനി ഗുവാഹട്ടി പോവാണ് നമ്മുടെ ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.